ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നോമ്പൊക്കെ നമ്മളെ പകുതി കഴിഞ്ഞുല്ലേ. ഇനി പകുതിയും കൂടെ നോമ്പുള്ളൂ. അപ്പോൾ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ നോമ്പുറാണെന്ന് കാണിക്കണം ട്ടോ. ഒരു അടിപൊളി ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആണ് ട്ടോ. യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നോമ്പിൻ്റെ മുന്നേ തുടങ്ങീണ് ട്ടോ. അത് കുറേ ആൾക്കാർ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ അതാ ഞാനിപ്പോൾ ആദ്യം തന്നെ മൈദപ്പൊടിയാണ് കുഴച്ച് വെക്കാൻ വേണ്ടി പോണത്. നമുക്ക് ബട്ടൂരൊക്കെ ഉള്ള മാവാണ് കേട്ടോ. ബട്ടൂര വെച്ചിട്ടാണ് ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിന് ഒരു 3 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൈദ പറ്റൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മൈദക്ക് പകരം ഗോതമ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയിൽ ഇതുവരെ ബട്ടൂര ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ മൈദപ്പൊടിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ 3 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ ദാ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് മൈദക്ക് 1 ടീസ്പൂൺ ഉപ്പ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തണേ. പഞ്ചസാരയൊക്കെ ചിലപ്പം കുറച്ച് കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം ട്ടോ. പിന്നെ വേണ്ടി ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഈസ്റ്റ് ആയാലും മതി. പിന്നെ ദാ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാവണതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ലത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഉപയോഗിക്കലാണ്. പിന്നെ ദാ കുറച്ച് തൈര് വേണം. പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. അപ്പോൾ തൈര് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മോരാണ് ഒഴിച്ച് കൊടുത്തത്. നല്ല കട്ടിയുള്ള 2 ടേബിൾ സ്പൂൺ മോര് ഒഴിച്ചാണ്. പിന്നെ 1 കപ്പ് പാലും വേണം ട്ടോ. അപ്പോൾ 1 കപ്പ് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം ട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവരണം ട്ടോ. അപ്പോൾ ഇത് കുഴക്കാൻ ഇനി ചിലപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അത് എത്രയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ച് കുഴച്ച് കൊണ്ടുവരാം. കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കുഴക്കേണ്ടത്. ഇപ്പോൾ ദാ നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ മെഷീനിൽ കുഴച്ചതാണ്. അപ്പോൾ ദാ നല്ല ടൈറ്റായിട്ട് തന്നെ ഞാൻ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെയാണ്. പക്ഷേ ചപ്പാത്തിൻ്റെ അത്ര ലൂസായി പോവണ്ട. കുറച്ചൊരു ടൈറ്റിലാണ് വേണ്ടത്. കാരണം അത് പൊരിക്കാനുള്ളതായതുകൊണ്ട് എണ്ണ കുടിക്കും. കുറച്ച് ലൂസായി പോയാൽ. അപ്പോൾ ദാ നല്ല ഹാർഡായിട്ട് തന്നെയാണ് കുഴച്ച് കൊണ്ടുവന്നത് ട്ടോ. ഈ ഒരു രീതിയിൽ കുഴച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ അത് അടുത്തതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഒരു ട്രെൻഡിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഇത് വേണം. ബോൺലെസ് ചിക്കൻ വേണം ട്ടോ. ബോൺലെസ് ചിക്കൻ ഞാൻ ചെസ്റ്റ് പീസ് നല്ല നേരെ ഇതാക്കിയിട്ട് സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം അളവുണ്ടാവും ട്ടോ. ഇതിൻ്റെ തൂക്കം 300 ഗ്രാം ഉണ്ടാവും. നീളത്തിൽ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ച് വെച്ചതാണ് ട്ടോ. ഇനി അതിലേക്കൊരു മസാല തേക്കണം. അതിന് വേണ്ടി ഇതാ ഒരു അര ടീസ്പൂൺ മതി ട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും രണ്ടും കൂടെ പേസ്റ്റ് ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും. അത് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും ട്ടോ. പിന്നെ അതാ ഒരു 2 ടീസ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീരും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്താണ് പാപ്രിക്ക പൗഡർ, കയന പെപ്പറൊക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഒരു തരം മുളക് തന്നെയാണ് ട്ടോ. ഇതൊക്കെ എരിവില്ലാത്ത മുളകാണെന്നേ ഉള്ളൂ. അപ്പോൾ ദാ ഒരു അര ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ദാ ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബോൺലെസ് ചിക്കനാണ്. അതേപോലെ തന്നെ ഭയങ്കര നേരിയ പീസായിട്ട് മുറിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അപ്പോൾ കുറഞ്ഞ ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ ട്ടോ. എന്നിട്ട് ഇപ്പോൾ ദാ ഞാനിപ്പോൾ ഈ കഴുകി വെച്ച ആ ഒരു ചിക്കൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തേച്ച് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് മസാല ഒന്നും എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് കൊടുക്കുക ട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പിടിക്കും ട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നന്നായിട്ട് ഇതിൽ മസാലയൊക്കെ പിടിച്ച് വന്നോളും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാണ് ഇനി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ മട്ടൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മട്ടൻ കറിയല്ല, മട്ടൻ ഫ്രൈ ട്ടോ. വറ്റിച്ചെന്നൊക്കെ പറയും. എൻ്റെ ആച്ചിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇത്. ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് തന്നെയാണ്. ഓനാണ് സ്പെഷ്യലായിട്ട് ഭയങ്കര ഇഷ്ടം അത്. അപ്പോൾ ദാ ഞാൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ കുറച്ചധികം എടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കിന്നിപ്പോൾ കുറച്ചധികം സമൂസ ഉണ്ടാക്കാനുണ്ട്. അതിനും കൂടിയുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ അതാ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം ട്ടോ. എന്നാലാണ് ഈ ഒരു മട്ടൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ദാ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് വാടുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് കളറൊന്നും മാറണ്ട. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങി. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചതാണ്. അതും കൂടെ ചേർത്തിട്ട് തക്കാളി ഒന്ന് വെന്ത് കുഴയണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞാൽ മതിയിട്ട്. ഒരുപാട് കുഴഞ്ഞ് വരുമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വാടി വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇനിയിപ്പോൾ കളറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് വരാനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇതും അതുപോലെ തന്നെ കൂടുതലായി പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ 1 ടേബിൾ സ്പൂൺ അത് ചേർത്തതിന് ശേഷം പൊടികളാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1½ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗരം മസാലേൻ്റെ പൊടിയാണ് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഇത്രയും പൊടികളുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
പൊടികളിട്ട് കഴിഞ്ഞാൽ ഒന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ല ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കട്ടെ. നല്ലൊരു മണം വരും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാനിതാ കഴുകി കൊണ്ടുവന്നിട്ടുള്ള മട്ടനാണിത്. ഫ്രഷ് മട്ടനാണ് കേട്ടോ. ഇവിടെ നമ്മളെ ബിൽഡിംഗ് താമസിക്കുന്ന ഏതോ സൗദിയായിട്ട് അറുത്തതാണെന്ന് തോന്നുന്നു. നമ്മളെ ഹാരിസ് കൊണ്ടുപോയി തന്നതാണ്. നല്ല ഫ്രഷ് മട്ടനാണ്. അപ്പോൾ അതാ 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1½ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. കറക്റ്റായിരുന്നു കേട്ടോ. ഈ 1½ ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതിലിനി ഞാൻ വെള്ളമൊന്നും ചേർക്കൂല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതിനെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റാണ്. ആച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആച്ചി ബീഫ് വാങ്ങണ സമയത്ത് തന്നെ ഓൻ ചോദിക്കും, "അമ്മ എന്തിനാ ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയാൽ മറ്റേ കറി ഉണ്ടാക്കി കൂടാന്ന് ചോദിക്കും." മറ്റേ കറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാനെപ്പോഴും ഇതുണ്ടാക്കില്ല. കാരണം ഇതുണ്ടാക്കിയാൽ നമുക്ക് അത്ര ബസ് ഉണ്ടാവില്ല. കൂടുതലുണ്ടാവില്ലല്ലോ. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ കറിയായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ അത് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒരു 10-15 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇന്ന് നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പൊന്നി അരിയാണ് കേട്ടോ. ഇത് ഞാൻ ഇന്ന് ഉപയോഗിച്ച പൊന്നി അരിയാണ്. കുറച്ച് പൊന്നി അരി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. നല്ല വെള്ളം നല്ല ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് അരി അതിലിട്ടിട്ട് മൂടി വെച്ചാൽ മതി. പിന്നെ നെയ്പ്പത്തിരിക്കാകുമ്പോൾ ഒരുപാട് നേരം കുതിർത്തേം വേണ്ട കേട്ടോ. 2-3 മണിക്കൂറൊക്കെ മതിയാവും. അതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിൽ നിന്ന് ഒഴിവാക്കി കഴുകി കൊണ്ടുവരാം കേട്ടോ. ഇങ്ങനെ കുതിരാൻ പാടുള്ളൂ. കൂടുതൽ കുതിർന്ന് പോകാൻ പാടില്ല. ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവരണം. അതിലേക്കുള്ള അരപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അരക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് തേങ്ങ. 1 കപ്പ് തേങ്ങ വേണം. അപ്പോൾ അരി എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതിയാണ് തേങ്ങ എടുത്തത്. 2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്താണ്. പിന്നെ ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഓരോ പീസാണ് എടുത്തത്. പിന്നെ ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇതിപ്പോൾ ഈ കയ്യിലില്ലാത്തതുകൊണ്ട് ഒരു അരമുറി ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഈ അരിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. മഷി പോലെ അരയാൻ പാടില്ല. തരിതരിപ്പായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. വല്ലാണ്ട് അങ്ങ് അരിഞ്ഞു പോകരുത്. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അരപ്പിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുതായിട്ട് ഇങ്ങനെ തരിതരിപ്പായിട്ട് ഇങ്ങനെ കാണും. ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. തേങ്ങയും അതേപോലെ തന്നെ വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഇതിന് മാറ്റി വെക്കുക. ഞാനിപ്പം നെയ്പ്പത്തിരി ചുടുന്നില്ല. നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് ചുടുക. അപ്പോൾ അന്നേരം നമുക്ക് ഇതിൽ ഉപ്പും പൊടിയൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ബട്ടൂരിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നാണ്. ഒരു മണിക്കൂറാണ് ഞാനിവിടെ വെച്ചത് കേട്ടോ. നല്ല കറക്റ്റ് പാകത്തിലായി വന്നാണ്. ഇതിന് നമുക്ക് പരത്തിയെടുക്കണം. ബട്ടൂരാക്കിയിട്ട് പൊരിച്ചെടുക്കണമല്ലോ. അത് ബട്ടൂരാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാറ്റി അതിലേക്ക് ഫില്ലിംഗ് ഒക്കെ കൊടുക്കാൻ പോണത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് വലിയൊരു ഉരുള ഒരു ഉരുളമേൽ ഒരു 4 എണ്ണം ഉണ്ടാക്കുന്ന രീതിയിൽ സാധാരണ നമ്മൾ ബട്ടൂര ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഒരു വലിയ ഉരുള എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പം ഓരോന്നായിട്ട് വട്ടത്തിൽ പരത്തണമെങ്കിൽ അങ്ങനെയും പരത്തട്ടോ. നിങ്ങളെ ഇഷ്ടം പോലെ പരത്തിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഇനി എടുത്ത് വെക്കേണ്ട ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലും കൊടുക്കാം കേട്ടോ. പാല് വേണമെങ്കിൽ പാലും കൊടുക്കുക. പിന്നെ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ള കളറിലുള്ള എള്ള് വൈറ്റ് സീസം എടുത്തിട്ടുണ്ട്. അതും രണ്ടും ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഈ ഉരുള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മുക്കിയിട്ട് ഇങ്ങ് എടുക്കണം. അത് വെള്ളം കുടിക്കാൻ പാടില്ല. മുക്കിയിട്ട് അപ്പം തന്നെ അങ്ങ് എടുക്കുക. എന്നിട്ട് എക്സസ് ഉള്ളതൊക്കെ അതിൽ തന്നെ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഈ എള്ളിൻ്റെതില്ലേ അതിലേക്ക് വെച്ചിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ അമർത്തുന്ന സമയത്ത് മൊത്തത്തിൽ ആ എള്ള അങ്ങ് ഈമേൽ പിടിക്കും. എന്നിട്ട് കൈ ഒന്ന് തുടച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഉണങ്ങിയ കൈ കൊണ്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഈ ഒരു എള്ള് അതിമേലങ്ങ് പിടിച്ചിട്ടുണ്ടാവും. ഇനി സൈഡൊക്കെ ഒന്നിങ്ങനെ ഉരുട്ടി കൊടുത്താൽ സൈഡിലൊക്കെ അത് നന്നായിട്ട് എള്ള് പിടിച്ചോളും. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ അതിമേൽ പിടിച്ചിട്ടുള്ള ആ ഒരു എള്ള് മാത്രം മതി. എക്സ്ട്രാ ഉള്ള എള്ളൊക്കെ ആ കൈമേൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അടിയിലേക്ക് അങ്ങ് വീണോളും. ഇപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പൊടിയിട്ടിട്ട് സാധാരണ നമ്മൾ പരത്തുന്ന പോലെ തന്നെ കുറച്ച് മൈദപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ ഏതെങ്കിലും ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ബട്ടൂരാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് തടിയിലാണ് നമ്മൾ പരത്തുക. അല്ലാണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ പാകത്തിലല്ല, കുറച്ചും കൂടി ഒരു തടിയിലാണ് നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ ഈ പരത്തുന്ന സമയത്ത് ഇനിയിപ്പോൾ ഈമെന്ന് എള്ള് വീണോ പോയൊന്നും ചെയ്യൂല കേട്ടോ. ആ എള്ള ഈമ തന്നെ അങ്ങ് പിടിച്ച് നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം എള്ളിലൊന്ന് പൊതിഞ്ഞെടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുക്കട്ടെ. ഈ ഒരു പാകത്തിൽ മതി കേട്ടോ. ഇത്രയും മതി. വല്ലാണ്ടങ്ങ് തടി കുറച്ചിട്ട് പരത്തണ്ട. ഈ ഒരു പാകത്തിൽ. അപ്പോൾ അത് റെഡിയാണ്. ഈ ഒരു കട്ടിയിലാണ് എടുക്കുന്നത്. ഇതിന് നമുക്കൊരു 4ആയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കുക കേട്ടോ. ഏത് ഷേപ്പിലായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ ട്രയാങ്കിളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തടി കണ്ടില്ല, സാധാരണ നമ്മളൊരു ബട്ടൂരിൻ്റെ തടി തന്നെ. ഇങ്ങനെ എല്ലാം ഒന്ന് പരത്തി വെക്കുക. അതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കനില്ലേ, ആ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഒരു മുട്ടയാണ് ഇട്ടെടുത്ത്, ഒറ്റ മുട്ട മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സാധനം കൂടെ കൂട്ടാനും ഉണ്ട്. ആദ്യം നമുക്ക് മുട്ട ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിലിപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ചിക്കനിൽ എല്ലാം ചേർത്ത് വെച്ചതാണ്. അപ്പോൾ മുട്ടയിൽ ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. അന്നേരം ഉപ്പ് അധികമായി പോവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച ബ്രെഡ് ക്രംസ് ഇല്ലേ, അതിലേക്ക് കുറച്ച് കോൺഫ്ലാക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ബ്രെഡ് ക്രംസും കൂടുതൽ കോൺഫ്ലാക്സും അങ്ങനെയാണേ വേണ്ടത്.
അപ്പോൾ നിങ്ങളൊരു അളവൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് എടുത്തതെങ്കിൽ ഒരു 4 5 ടേബിൾ സ്പൂൺ കോൺഫ്ലെക്സ് വേണം കേട്ടോ. എന്നിട്ട് തരിതരിപ്പായിട്ടൊന്ന് ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. വല്ലാണ്ടങ്ങും കോൺഫ്ലെക്സ് പൊടിഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു പാകത്തിൽ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോ ചിക്കൻ എടുക്കുക കേട്ടോ. ഓരോ സ്ട്രിപ്സ് എടുക്കുക. എന്നിട്ട് ഇത് ആദ്യം ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് മുട്ടയിലൊന്ന് ഇങ്ങനെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ മുക്കിയെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ അങ്ങ് തട്ടി കളഞ്ഞിട്ട് അത് നമുക്ക് ഈ ഒരു കോൺഫ്ലെക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കോൺഫ്ലെക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന്മേലങ്ങ് പിടിച്ച് നിന്നോളും. നന്നായിട്ട് അതിന്മേലങ്ങ് പിടിച്ച് നിൽക്കും. പിന്നെ നല്ല നൈസായിട്ടാണ് മുറിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. ഇത് വേവാനൊന്നും ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തേത് ഇതാ ഇവിടെ റെഡി ആയിന് കേട്ടോ. അപ്പം കാണിച്ചു തരാം. എന്നിട്ട് ഇതൊന്ന് കുടഞ്ഞതിന് ശേഷം എടുക്കുക. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അത് ഞാൻ വേറൊരു ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒന്നും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഞാനിട്ട് മുട്ടയിലിട്ടിട്ട് ഒന്നിങ്ങനെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ കോൺഫ്ലെക്സ് പൊടിച്ച് വെച്ചതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്താണ് അത് നന്നായിട്ട് അതിന്മേൽ പിടിച്ച് കിട്ടുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതും മാറ്റുക. ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് വേണ്ടി ഞാനിപ്പോൾ അത് ഒരു ട്രയൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നല്ല ഐസായി കഴിഞ്ഞാൽ ഒരു ബാഗിലേക്ക് ഇട്ട് വെക്കുക. നഗറ്റ്സൊക്കെ പൊരിക്കുന്ന പോലെ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ അത് അടുത്ത നമ്മൾ കുറച്ച് ബട്ടൂരയും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചിക്കനും ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ബട്ടൂര പൊരിക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ചിക്കൻ പൊരിക്കാനൊക്കെ ഓയിൽ തന്നെയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇതാ ഓയിൽ ചൂടായതിന് ശേഷം ഞാനിത് ഫസ്റ്റത്തെ ബട്ടൂര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ചൂടായില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റത്തെ അത്ര ചൂട് പോരാ. കുഴപ്പമില്ല. കുറച്ചും കൂടെ നല്ല ചൂടായിട്ട് ഇടലാണ് ഏറ്റവും നല്ലത് കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കലാണ് നല്ലത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ പൊള്ളി വന്നോളൂ. എന്നിട്ട് ഇത് ഇപ്പുറത്തെ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറിലാക്കിയിട്ട് കോരി മാറ്റാം. അപ്പോൾ അത് രണ്ട് ഭാഗവും നല്ലൊരു കളറായി വന്നാണ്. അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് കണ്ടില്ല ആ ഒരു എള്ളൊക്കെ അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും. നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ എടുത്ത് ഞാനിപ്പോൾ രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഒന്ന് പൊള്ളി വരും. അങ്ങനെ പൊള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈസിയാണ്. ഇതിങ്ങനെ സാധാരണ നമുക്ക് കറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ലതാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് അല്ലാണ്ട് ഇതൊരു സാൻഡ്വിച്ച് പോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതല്ലാണ്ട് നമുക്ക് സാധാരണ കറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല തന്നെയാണ്. പിന്നെ എള്ളായതുകൊണ്ട് കുറച്ച് ശരീരത്തിൽ എത്തി കിട്ടിയാലും നല്ലതുമാണല്ലോ. എള്ള് നല്ല സാധനമാണ്. കാൽസ്യം റിച്ച് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എള്ള് യൂസ് ചെയ്യണതും നല്ല തന്നെയാണ്. അപ്പോൾ അത് രണ്ടാമത്തുമായി ഇതേപോലെ കംപ്ലീറ്റ് മൊത്തത്തിൽ പൊരിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇനി ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ അടുത്ത ചിക്കനാണ്. ആ സെയിം ഇതിൽ തന്നെ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കനും ഇട്ട് കഴിഞ്ഞാൽ വേഗം വേവും കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ മതി ഒരു ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 1 2 മിനിറ്റ് തന്നെ ഇപ്പുറത്തെ ഭാഗവും മതി. പെട്ടെന്നായി കിട്ടും. കാരണം അത്രയും നേരിയതായിട്ടാണ് നമ്മൾ മുറിച്ചത്. അതുകൊണ്ട് തന്നെ 1 2 മിനിറ്റ് മാത്രം മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് ഭാഗവും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കുകയും ചെയ്യാം. ഇത് വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല നഗറ്റ്സൊക്കെ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ നമുക്ക് ചെയ്തിട്ട് ഫ്രീസറിലാക്കി സ്റ്റോർ ചെയ്യാനും പറ്റും. അങ്ങനെ തന്നെ ആ ഒരു ട്രേയോടൊക്കെ നമ്മൾ ഫ്രീസറിൽ വെക്കുക. നന്നായിട്ട് തണുത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഐസായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ട്രേ ഓരോന്ന് എടുത്തിട്ട് കവറിലാക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ അതാ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിന്. അതേപോലെ തന്നെ ഇനി അടുത്തതും ഇട്ട് കൊടുക്കാം. മക്കൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ആക്കി വെച്ചാൽ. സാൻഡ്വിച്ച് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നഗറ്റ്സ് വെറുതെ കഴിക്കുന്ന പോലെ ഇങ്ങനെ കൊടുക്കാനോ ഒക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ബാച്ചും ആയിട്ടുണ്ട്. ഇതേപോലെ ഇനി കംപ്ലീറ്റ് എല്ലാം പൊരിച്ചെടുക്കണം കേട്ടോ. എല്ലാം കംപ്ലീറ്റ് പൊരിച്ചെടുക്കുക. ഞാനിപ്പോൾ ആദ്യം ബട്ടൂര ഫുള്ള് പൊരിച്ചെടുത്ത് അതേപോലെ തന്നെ ചിക്കനും ഇപ്പോൾ കംപ്ലീറ്റ് പൊരിച്ച്. അപ്പോൾ അത് രണ്ടും ഇവിടെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളെ ബട്ടൂര അതേപോലെ തന്നെ നമ്മളെ ചിക്കനും ഇവിടെ റെഡി. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടിയ തന്നെ ഒരു സോസ് വേണം കേട്ടോ. അപ്പോൾ സോസ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് മയോണൈസും അതേപോലെ തന്നെ 2 സ്പൂണ് കെച്ചപ്പ് അതുപോലെ തന്നെ കുറച്ച് വിനെഗർ കുറച്ച് പഞ്ചസാര ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതാ കുറച്ച് ലെറ്റ്യൂസിൻ്റെ ലീഫും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ബട്ടൂര എടുക്കുക. കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഈസിയാണ്. കീറാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അത് രണ്ട് ഭാഗം ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെല്ലെ ഒന്ന് തുറന്ന് പിടിക്കുക. അപ്പോൾ ദാ ഈ ഒരു രീതിയിലൊന്ന് തുറന്ന് പിടിക്കുക കേട്ടോ. എന്നിട്ട് ഉള്ളിൽ കുറച്ച് ഈ സോസ് ആക്കി കൊടുക്കുക കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമാണ്. ഒരു ഭാഗത്ത് മാത്രം കുറച്ച് സോസ് ആക്കി കൊടുക്കുക. ഒരുപാട് സോസൊന്നും വേണ്ട കേട്ടോ. നമ്മൾ നോമ്പാണ്. അപ്പോൾ ഒരുപാട് സോസൊക്കെ ആയാൽ ചിലപ്പോൾ നമുക്ക് വായിക്ക് ടേസ്റ്റ് പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറച്ച് മതി. എന്നിട്ട് അതിലേക്ക് 1 2 പീസ് ലെറ്റ്യൂസിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക.
ഈ ലെറ്റ്യൂസിൻ്റെ കൂടെ നിങ്ങൾക്ക് തക്കാളിയോ കുക്കുംബറോ എന്തൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ നോമ്പാണ്, സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ഇതിലെല്ലാം കണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ അതാ 2 പീസ് ചിക്കനും കൂടെ വെച്ച് കൊടുക്കുക. 1 2 പീസ് നിങ്ങൾ ഉണ്ടാക്കുന്ന ബട്ടൂരിൻ്റെ വലിപ്പം നോക്കിയിട്ട് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ 2 പീസ് ഞാൻ ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഇത് സെറ്റ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കിയിട്ട് ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്കൊക്കെ. പിന്നെ വല്ല ഹെവിയൊന്നുമല്ല കേട്ടോ. ഒന്ന് കഴിച്ചാൽ വയറ് നിറയുമെന്നുള്ളതൊന്നുമല്ല. കാരണം ബ്രെഡും നേരിയതാണ്, ചിക്കനും നേരിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി ഫീലൊന്നും വരില്ല. സാധാരണ ഒരു സ്നാക്ക് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ജ്യൂസാണ്. ജ്യൂസ് ഞാനിവിടെ മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത് ഞാൻ ഇന്നലെ പുഴുങ്ങി വെച്ചതായിരുന്നു മുന്തിരി. ഇന്നിപ്പോൾ കല്യാണ ജ്യൂസ് അടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ നോമ്പുറക്കുള്ള ഇത്. സിമ്പിൾ നോമ്പുറാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ അതാ കുറച്ച് ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസും ഈത്തപ്പഴവും ഈ ഒരു ബട്ടൂരൻ്റെ സ്നാക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ നോമ്പുറ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മളെ നിസ്കാരത്തിനൊക്കെ ശേഷമാണ് ഇട്ടത്. തറാവീക്കൊക്കെ ശേഷമാണിത്. ഇതിനിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച നെയ്പത്തിരിൻ്റെ അരിയാണ്. അതിലേക്ക് ഇനിയിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കേട്ടോ, നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു ഏകദേശ കണക്കാണ് എഴുതി കാണിക്കുന്നത്. തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടീസ്പൂൺ കണക്ക് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒറോട്ടിപ്പൊടിയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞാൽ പുഴുങ്ങലരി തന്നെയാണ്. വടകര ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പച്ചരിയൊന്നും ചേർക്കില്ല, വെറും പുഴുങ്ങലരി മാത്രമാണ് കേട്ടോ. അത് മില്ലിൽ കൊടുത്തയച്ചിട്ട് പൊടിപ്പിക്കുന്ന സമയത്ത് തന്നെ അത് വറുത്തിട്ടും കൂടിയാണ് വരിക. അങ്ങനെ പൊടിച്ച് വറുത്ത് വരും. അത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു 10 കിലോ ഒക്കെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് വെക്കണതാണ്. ഇപ്പോൾ അത് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കുഴക്കേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണ ഒറോട്ടിക്ക് കുഴക്കണ പോലെ അത്ര ലൂസ് ആവാൻ പാടില്ല. നെയ്പത്തിരിക്ക് ആയതുകൊണ്ട് ഇത്തിരി കട്ടിയിലാണ് കുഴക്കേണ്ടത് കേട്ടോ. നമ്മൾ കൈമേൽ ഇങ്ങനെ ഒട്ടാൻ പാടില്ല. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചാണ്. ഇനിയിപ്പോൾ അത് പരത്താൻ വേണ്ടി പോവുകയാണ്. ഞാനിവിടെ ഒരു കവറാണ് എടുത്തത് കേട്ടോ. കവറിലേക്ക് കുറച്ച് ഓയിൽ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാൻ കേട്ടോ. ആ കവറിന്മേലും ഒന്ന് ഇതാക്കിന്, അതേപോലെ തന്നെ നമ്മളെ കൈ ഒന്ന് ഗ്രീസ് ചെയ്തിടണം. അതിന് ശേഷം അത് ഓരോ ഉരുള നമ്മൾ എടുക്കുക കേട്ടോ. പിന്നെ നെയ്പ്പത്തിരി ഒരുപാട് വലുപ്പത്തിലാക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ നെയ്പ്പത്തിരി എപ്പോഴും പൊരിക്കാൻ നല്ലത്. ഒരുപാട് വലുപ്പം കൂട്ടിയെടുക്കണ്ട. അപ്പോൾ അതൊരു മീഡിയം സൈസുള്ള ഒരു ഉരുള ഉരുട്ടിയിട്ട് ഇതാ കൈ കൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്യലൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് വേണമെങ്കിൽ, തീരെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്താൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ വേറൊരു കവറും കൂടെ അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ നന്നായിട്ട് ഇങ്ങനെ പരന്ന് വന്നോളൂ കേട്ടോ. പിന്നെ ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ അത് പൊള്ളി വരില്ല. കുറച്ചൊരു തടിയിലാണ് വേണ്ടിയിട്ട് കേട്ടോ. തടി മീൻസ് ചെറിയൊരു തടി, വല്ലാണ്ട് മെലിഞ്ഞു പോയാൽ ഇത് പൊള്ളി വരില്ല. അപ്പോൾ അത് ഫസ്റ്റത്തെ ഇവിടെ റെഡി ആയിന്. ഇപ്പോൾ അത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്പത്തിരി പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ നെയ്പത്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ടൈറ്റ് ആയിട്ടാണ് മാവ് വേണ്ടി കേട്ടോ. വല്ലാണ്ടെങ്കിൽ ലൂസായി പോയാൽ എണ്ണ കുടിക്കും. അപ്പോൾ കുറച്ചൊരു ടൈറ്റ് ആയിട്ടാണ് മാവ് വേണ്ടിയത്. പിന്നെ അരി പൊതിർന്ന് പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്തുന്ന സമയത്ത് അരി പൊതിർന്ന് പോകാൻ പാടില്ല. അരി അരിയായിട്ട് തന്നെ നിൽക്കണം. വെള്ള കളറിലായാൽ മാത്രം മതി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെയ്പത്തിരി നല്ല നെയ്പത്തിരിയായിട്ട് കിട്ടും കേട്ടോ, എണ്ണ കുടിക്കാത്ത. അപ്പോൾ അതാ ഫസ്റ്റത്തെ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തും ഞാനിതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ടാമത്തും ആയിട്ടുണ്ട്. ഇതേപോലെ കംപ്ലീറ്റ് ഒന്ന് പൊരിച്ചെടുക്കട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒറ്റൊന്നും പോലും പൊട്ടിപ്പോവുക അല്ലെങ്കിൽ എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല. കംപ്ലീറ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മളെ നെയ്പത്തിരി ഇവിടെ റെഡി ആയിന്. രണ്ടാമത്തെ ഞാനിവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ രണ്ടാമത്തെ നോമ്പുറക്കുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. നെയ്പത്തിരി നമ്മളെ മട്ടൻ കറിയും. അപ്പോൾ അത് മട്ടൻ കറി ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഞാനെപ്പോഴും പറയല് ആച്ചിൻ്റെ ഫേവറേറ്റ് എന്നാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ആച്ചിക്കാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എരിവൊന്നും അധികമില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആർക്കും എരിവ് അങ്ങനെ പറ്റാത്തതുകൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് എരിവ് കുറവായിരിക്കും. അപ്പോൾ അത് നല്ല അടിപൊളി മട്ടൻ കറിയും, മട്ടൻ കറിയല്ല മട്ടൻ ഫ്രൈയും, നല്ല ചൂട് ചൂട് നെയ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതന്നെയാണ് നമ്മൾ അത്താഴത്തിനും കഴിക്കൽ. അപ്പോൾ എന്താണോ രാത്രി ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. അത് കുറച്ചവിടെ ബാക്കി വെക്കും. അതൊന്ന് അത്താഴത്തിനും കുറച്ച് കഴിക്കും. സുന്നത്തായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കഴിച്ചാൽ മതിയല്ലോ, ഒരുപാടൊന്നും അത്താഴത്തിന് വേണ്ട. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അത് നെയ്പത്തിരി ഒന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. തീരെ എണ്ണയൊന്നും കുടിക്കില്ല. നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പത്തിരിയാണ്. അതേപോലെ തന്നെ ഇന്ന് കാണിച്ച ബട്ടൂരിൻ്റെ ആ ഒരു സ്നാക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻസും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.